ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി കുട്ടി പിള്ളേരുടെ ഉടുപ്പുകൾ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് കുറച്ച് കുട്ടി കുട്ടി ഉടുപ്പുകളാണ്. അത് 1.5 ഇയേഴ്സ് മുതൽ 9 ഇയേഴ്സ് വരെയുള്ള പിള്ളേരുടെ ഡ്രസ്സുകളാണ്. ചിലതൊക്കെ മെഷീൻ എംബ്രോയ്ഡറി മാത്രമായിട്ടുള്ളതാണ്, ചിലതൊക്കെ ഹാൻഡ് എംബ്രോയ്ഡറി കൂടി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിങ് ആണ്. എന്നാൽ കാണാൻ നല്ല ഭംഗിയിലുള്ള ഡിസൈൻസുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. എല്ലാം ലിമിറ്റഡ് പീസസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു 1.5 ഇയേഴ്സിലുള്ള പിള്ളേർക്ക് പറ്റിയ ഒരു ഡ്രസ്സാണ്. കോട്ടൺ ഡ്രസ്സാണ്. നമ്മൾ ചെക്കോട്ടയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. ഒട്ടും വെയിറ്റും ഇല്ല. അതുപോലെ തന്നെ കോട്ടൺ ആയതുകൊണ്ട് നല്ല കംഫർട്ടും ആയിരിക്കും, ചൂടും ഒട്ടും എടുക്കില്ല. ഇതൊരു പിങ്ക് കളർ ചെക്കോട്ട മെറ്റീരിയലിൽ ഫ്രോക്ക് വന്നിട്ട് ഇവിടെ യോക്ക് പോർഷനിൽ ചെക്കോട്ടയിൽ തന്നെ സെൽഫ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന വൈറ്റ് എംബ്രോയ്ഡറി പാറ്റേൺ വന്നിരിക്കുന്ന ഒരു പീസാണ് യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലേസി ഫ്ലവർ പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഒറ്റ ഉടുപ്പായിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ബാക്ക് പോർഷനിലാണെങ്കിൽ ഹുക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഹുക്ക് ബട്ടൺ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. കുട്ടി പിള്ളേരെ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. ഇത് 1.5 വയസ്സാണ് ഏജ് ഗ്രൂപ്പ്. ലെങ്ത് വന്നിട്ട് 15 ഇഞ്ചാണ്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 449 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്തത് വന്നിട്ട് ഒരു മസ്റ്റാർഡ് യെല്ലോ അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡിലുള്ള ഒരു സിൽക്കി കോട്ട മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് നല്ല ഫ്രില്ലിട്ടിട്ടാണ് നമ്മൾ ഫ്രോക്ക് തയ്ച്ചിരിക്കുന്നത്. നല്ല ഭംഗി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്രില്ലായിട്ട് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു കുഞ്ഞ് ലേസ്, വൈറ്റ് കളർ ലേസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മെറൂൺ കളറിൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും ആയിട്ട് നമ്മളിവിടെ ഫ്രഞ്ച് നോട്ട്സും ലേസി ആയിട്ടുള്ള ഫ്ലവേഴ്സും തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ ഫ്രില്ലായിട്ട് തയ്ച്ചിട്ട് ബാക്ക് സൈഡിൽ ഈ ഫ്രില്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബോ വരുന്നുണ്ട്. ഈ ബാക്ക് സൈഡിലും ഉണ്ട് ഈ ഒരു ലേസ് പാറ്റേൺ. ഇതുപോലെയാണ് ബാക്ക് സൈഡ് നെക്കും വരുന്നത്. നല്ല രസമായിട്ട് വരുന്നുണ്ട്. ഇത് ഏത് പിള്ളേർക്ക് ഇട്ടാലേ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. സിൽക്കി കോട്ട ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഫ്ലോയി ആയിട്ട് കിടന്നോളും. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ ഏജ് ഗ്രൂപ്പ് വന്നിട്ട് 2.5 ഇയേഴ്സ് ആണ് ഏജ് ഗ്രൂപ്പ്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 17 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 549 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ അടുത്തത് വന്നിട്ട് ഒരു ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ ഷെയ്ഡ് സിൽക്കി ചെക്ക് കോട്ടയാണ്. ഇതിനകത്ത് ചെക്കായിട്ടുള്ള ഒരു സിൽക്കി കോട്ടയാണ്. അപ്പോൾ ഇത് ഗ്രേ ഷെയ്ഡിൻ്റെ അകത്ത് നമ്മൾ മെറൂണും റെഡും പിങ്കും ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് കുഞ്ഞു സ്റ്റോൺസും നമ്മൾ ഇടയ്ക്ക് സ്റ്റോൺസും ബീഡ്സും വെച്ച് അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞു റിബണും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സ്ലീവ്ലെസ് പോലെ ഇരിക്കും. എന്നുവെച്ചാൽ സ്ലീവിൻ്റെ ഇവിടെ ആയിട്ട് അണ്ടർ ആംസ് ആയിട്ട് അധികം ഇതില്ല, തുണി വരുന്നില്ല. എന്നാൽ ഇവിടെ ആംസിൻ്റെ മേളിലായിട്ട് കൈൻ്റെ ഇവിടെയായിട്ട് ഫ്രില്ലായിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഉടുപ്പ് തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു ബോ വെച്ചിട്ട് അതിൻ്റെ അകത്ത് റിബണും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല ഫാഷനായിട്ടാണ് നമ്മൾ ഈ കുട്ടി പിള്ളേരുടെ ഡ്രസ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഹുക്കാണ് നമ്മൾ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഹുക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതും ഏജ് ഗ്രൂപ്പ് വന്നിട്ട് 2.5 ആണ് ഏജ് ഗ്രൂപ്പ്. ഇതിൻ്റെ ലെങ്ത്ത് 18 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഇതിൻ്റെ റേറ്റ് 548 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത ഇത് വന്നിട്ട് ചെക്കോട്ടയാണ്. പൗഡേർഡ് ബ്ലൂ കളർ ചെക്കോട്ടയിൽ നടുക്ക് നമ്മൾ ഈ ചെസ്റ്റിൻ്റെ അവിടെയായിട്ട് ഒരു ലേസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ലേസിൻ്റെ അകത്ത് നമ്മൾ ഡാർക്ക് ഷെയ്ഡ് ബ്ലൂ വെച്ചിട്ട് നമ്മൾ ലേസി ഒരു കുഞ്ഞ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഒരു ബോ വെച്ചിട്ട് അതിങ്ങനെ നീണ്ടിരിക്കുന്ന രീതിയിലാണ്, നല്ല ഇതിൽ വരുന്ന രീതിയിലാണ് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. വലിയ ബോയാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ. അപ്പോൾ ഇതും ഏജ് ഗ്രൂപ്പ് വന്നിട്ട് 2.5 ആണ് ഇതിൻ്റെയും ഏജ് ഗ്രൂപ്പ്. ലെങ്ത്ത് 18 ഇഞ്ചാണ് ഇതിൻ്റെയും ലെങ്ത്ത്. ഇതിൻ്റെ റേറ്റ് 499 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഇനി അടുത്തത് ഒരു ഹക്കോബ മെറ്റീരിയലാണ്. നല്ല പ്രിൻ്റ് ഉള്ള ഒരു ഹക്കോബ മെറ്റീരിയലാണ്.
ഫ്ലോറൽ ഡിസൈൻ ഉണ്ട്, അതിൻ്റെ അകത്ത് ബട്ടർഫ്ലൈസ് അങ്ങനെയൊക്കെ ഫ്ലോറൽ പാറ്റേൺ ആയിട്ടുള്ള ഒരു ഹക്കോബ മെറ്റീരിയലിൻ്റെ അകത്ത് നമ്മൾ യോക്കിൻ്റെ പോർഷനിൽ ഒരു റോ കോട്ടൺ മെറ്റീരിയൽ അല്ലെങ്കിൽ സ്ലബ് കോട്ടൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ എഡ്ജസിൽ കൂടെ ലേസും ഫിക്സ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നമ്മൾ 2 സൈഡിലും ഫ്രഞ്ച് നോട്ടാണ്, മൾട്ടി കളർ ഷെയ്ഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് അല്ല ബൂളിയൻ നോട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഷൈനിങ് എഫക്റ്റ് കൊടുക്കാനായിട്ട് കുറച്ച് സ്റ്റോൺസും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ ഒരു ബോയ് ഉണ്ട്. ബോയിൻ്റെ നടുക്കായിട്ട് ഈ ഡാർക്ക് ഷെയ്ഡ്, ഈ ഫ്ലോറൽ ഡിസൈനിൻ്റെ ഡാർക്ക് ഷെയ്ഡ് പിങ്ക് കളർ ത്രെഡ് ക്ലോത്ത് ആണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ബാക്കിലും ഇതുപോലെ തന്നെ ആ ഫ്രണ്ടിൽ കാണുന്ന റോ കോട്ടൺ അല്ലെങ്കിൽ സ്ലബ് കോട്ടൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ബാക്കിലോട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ഇതൊക്കെ പിള്ളേർക്കെല്ലാം സ്ലീവ്ലെസ് ആണ്. ഇതെല്ലാം പിള്ളേർക്ക് നല്ലോണം ഈ ഒരു സമ്മർ ടൈമിൽ നല്ല ഇതായിരിക്കും. സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ പിള്ളേർ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഇതും ഏജ് ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ 2.5 വയസ്സാണ്. 18 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഇതിൻ്റെ റേറ്റ് 599 ആണ് ഇതിൻ്റെ റേറ്റ്. നല്ല ഹക്കോബ മെറ്റീരിയൽ ആണ്, നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ആയിട്ടുള്ളത്. അടുത്തത് വന്നിട്ട് വീണ്ടും ഒരു ഹക്കോബ പാറ്റേൺ ആണ്. ഇത് ഹക്കോബ പാറ്റേണിൽ ഒരു 3 ഇയേഴ്സ് ആണ് ഇതിൻ്റെ ഏജ് ഗ്രൂപ്പ്. ഒരു 22 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത്. ഇതിൻ്റെ നടുക്ക് ഇതിൻ്റെ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ ആയിട്ട് ഒരു പടി പോലെ നമ്മൾ ലേസ് വെച്ചിട്ടുണ്ട്. ഒരു ആൻറ്റിക് കളറുള്ള ഒരു ലേസും കൂടെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വന്നിട്ട് ഓറഞ്ചും യെല്ലോയും എല്ലാം കൂടെ വരുന്നൊരു ഫ്ലവേഴ്സ് കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഇതുപോലെ തന്നെ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞ് സ്ലീവായിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. മേളിൽ മാത്രം കാണുന്ന രീതിയിൽ ഒരു കുഞ്ഞ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹക്കോബയുടെ ഗുഡ് ക്വാളിറ്റി ഹക്കോബ മെറ്റീരിയലാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലും ഒന്നുമില്ല, ബോയൊന്നുമില്ല. പക്ഷെ ഈ മുമ്പിൽ തയ്ച്ചിരിക്കുന്ന ആ ഒരു ഇവിടുത്തെ കോളർ ടൈപ്പായിട്ട് നമ്മൾ തയ്ച്ചല്ലോ, അത് ബാക്കിലോട്ടും വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതും പ്യുവർ കോട്ടൺ ഉള്ള ഹക്കോബ മെറ്റീരിയൽ ആണ്. ഇതും റെഡി ഫോർ സെയിലാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഏജ് ഗ്രൂപ്പ് 3 ഇയേഴ്സ് ആണ്. ലെങ്ത്ത് 22 ഇഞ്ചാണ്. ഇതിൻ്റെ റേറ്റ് 649 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി നമ്മുടെ അടുത്ത മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വിചിത്ര സിൽക്ക് മെറ്റീരിയലും കൊണ്ട് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ്, ഒരു ഡ്രസ്സാണ് തയ്ച്ചിരിക്കുന്നത്. അതിൻ്റെ ഇവിടെ ഒരു ഇതായിട്ട് നമ്മൾ സെയിം മെറ്റീരിയലും കൊണ്ട് തന്നെയാണ് ഇങ്ങനെ തയ്ച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു റിബണിൻ്റെ റോസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ ഞെറിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ ഞെറിഞ്ഞ് വെച്ചിട്ട് റിബണിൻ്റെ റോസ് ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഏജ് ഗ്രൂപ്പ് വന്നിട്ട് 9 ഇയേഴ്സ് ആണ്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 29 ഇഞ്ചസ് ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ബോയും ഉണ്ട്. അതുപോലെ തന്നെ അവിടെയും ഒരു നെറ്റിൻ്റെ റോസ് ഫ്ലവർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 679 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഡ്രസ്സുകൾ. നിങ്ങൾക്ക് താല്പര്യമുള്ള ഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.